പുതിയ കേട്ടൻ മാരുതി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാരുതി സുസുക്കി ദി കേട്ടൻ ഓൾട്ടോ ഓട്ടോമാറ്റിക്കിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് വണ്ടി. ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ VXi+ വേരിയൻ്റാണ് ഇത്. VXi+ വേരിയൻറ്റിൽ 2-3 എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കും കൂടിയാണ്. അപ്പോൾ ഈ കാണുന്ന കളറിലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഈ വണ്ടിയുടെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മാരുതി 800നെ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയൊരു മോഡലാണിത്. കൂടുതൽ സ്പേസും കൂടുതൽ ഇതും ഇതിനുണ്ടാവും. ഈ കാറിൻ്റെ പ്രത്യേകത, നമുക്ക് പഴയ മാരുതി 800നെയും കാട്ടി നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിത് കാണാനുണ്ടോ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പഴയത് 800 എന്ന് പറയുന്നതിന് വളരെ ചെറുതാണ്. ഇതിൻ്റെ മോഡിഫൈഡ് വേർഷനാണ്. അപ്പോൾ നല്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിലെ സീറ്റിംഗ് കപ്പാസിറ്റി 5 പേരാണ്. 2 പേര് മുന്നിൽ, 2 പേര് പിറകിൽ, പിന്നെ നടുക്ക് ആയിട്ട് ഒരു കുട്ടികൾക്കും ഇരിക്കാം. അപ്പം 5 പേർക്ക് ഇത് ട്രാവൽ ചെയ്യാം. ഞാനിതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് മാരുതി ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എക്സിക്യൂട്ടീവ്സൊക്കെ നല്ലോണം വിശദീകരിച്ച് തരും. ഞാനിതൊരു യൂസർ റിവ്യൂ എന്ന നിലയ്ക്കാണ്, ഞാൻ എൻ്റെ ആദ്യത്തെ വണ്ടിയാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയുകയാണ്. ഞാൻ ഈ വേർഷൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ VXi+ വേരിയൻ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 2 വേരിയൻ്റുകൾ, VXiയും VXi+. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഈ ഇൻഫോർടൈൻമെൻറ്റ് എക്സ്ട്രാ സൗകര്യം ഇതിലുണ്ട്. പിന്നെ ബാക്കിൽ ലഗേജ് വെക്കാനുള്ള സൗകര്യം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വളരെ കംഫർട്ടബിളാണ്. നമ്മൾക്ക് ഗിയറിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ നമുക്കിതൊരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് ആദ്യം കാറ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ന്യൂട്രലിടുക. ഓക്കെ, എന്നിട്ട് കാറ് സ്റ്റാർട്ടാക്കുക. വളരെ എളുപ്പമാണ്. പിന്നെ നമ്മളിത് ഡ്രൈവിംഗ് മോഡ് ഇത് കണ്ട ഇതിൽ റിവേഴ്സ് മോഡിൽ ഡ്രൈവിംഗ് താഴെ, ഇത് മാനുവലായിട്ട് നമുക്ക് മാറ്റാവുന്നത്. ആദ്യം നമ്മൾ ന്യൂട്രലാക്കി സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ ഇത് മാരുതിയിൽ ഭയങ്കര കംഫർട്ടബിൾ തന്നെയാണ്. ഇങ്ങനെ പോവാം. ആകെ നമുക്ക് ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളത് ഇത് കണ്ട് ഇതിൽ ഇതാണ് ലൈറ്റ് മാറ്റേണ്ടത്. അല്ല, അതേപോലെ തന്നെ സ്റ്റിയറിങ്ങും നല്ല സ്റ്റിയറിങ് തന്നെയാണ് സ്വയറിൻ്റെ. പിന്നെ ഇവിടെ കൺട്രോളൊക്കെ ഉണ്ട്. ഓക്കെ, എയർ ബാഗിൻ്റെ. പിന്നെ ഇവിടെ AC ഇടുന്നത്, AC ഷിഫ്റ്റ് ചെയ്യേണ്ട സാധനം. പിന്നെ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത ഡോറ് തുറക്കേണ്ടത് അടക്കുന്നത് ഈ സ്വിച്ചാണ്. നടുക്കുള്ളത് ഇത് അലാർമിനായിട്ടുള്ള സ്വിച്ച്. ഇത് ഇൻഫർടൈൻമെൻറ്റിൻ്റെ ഭാഗമൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിൾ തന്നെയാണ്. അധികം ഇതൊന്നും സ്റ്റിയറിംഗ് ഒന്നും പ്രശ്നമൊന്നുമില്ല. പവർ സ്റ്റിയറിംഗ് അല്ല, പക്ഷേ നല്ല കംഫർട്ടബിളായിട്ട് തന്നെ നമുക്കത് ഓടിക്കാൻ പറ്റും. പിന്നെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ 13 കിലോമീറ്റേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി മാരുതിക്കാർ പറയുന്നത് ഇതിനൊരു 15 കിലോമീറ്റേഴ്സ് വരെ മൈലേജ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് മൈലേജ് കുറയും എന്നാണ് സാധാരണ പറയാറ്. ഇപ്പം നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോയാൽ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. പൊതുവേ നല്ല തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ഉണ്ട്. അത് മാനുവലാണെങ്കിൽ 580 സംതിങ് വരും. ഞാനിത് 2024 മെയ് ആ ടൈമിലെ റേറ്റാണ് പറയുന്നത്. അപ്പോൾ മാനുവലാണെങ്കിൽ 580 വരും. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 625 ആ രീതിയിൽ വരും. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കണ്ണൂർ ഇൻഡസ് മോട്ടോഴ്സ് എന്നാണ്. അപ്പോൾ അവർ ഈ ആക്സസറീസൊക്കെ കുറേ ഫ്രീ ആയിട്ട് തന്നു കുറേ. അപ്പോൾ അതിന് നിങ്ങൾ കടയിൽ പോയി ചോദിച്ചാൽ അതിനെക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഒരു 625 റേഞ്ചിൽ നമുക്ക് നല്ല ഒരു വണ്ടി വാങ്ങിക്കാം.
അപ്പോൾ ഇതൊരു പണ്ടത്തെ മാരുതി 800 വളരെ കുറവാണ് അല്ലേ. ഇപ്പം അത് വില കൂടിയിരിക്കുകയാണ്. അതിന് മെയിൻ കാരണം ഇതിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പണ്ടത്തെ മാരുതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എയർ ബാഗൊന്നുമില്ല. അപ്പോൾ ഇതിൽ എയർ ബാഗ് ഉണ്ട്, സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മിനിമം എല്ലാ വണ്ടിക്കും 5 lakhs മേലെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് ഇതിന് കൂടുതൽ. 800 അവർ സ്ക്രാപ്പ് ചെയ്തു. പിന്നെ മാരുതി ആൾട്ടോ K10 കൂടാതെ ഇപ്പോൾ എക്സ്പ്രസ്സോ, ബലാനോ അങ്ങനത്തെ കുറേ ഉണ്ട്, സ്വിഫ്റ്റ്, അതിനൊക്കെ ഇതിൻ്റെ ഏറ്റവും വില കുറവുള്ള ഒരു വണ്ടിയാണ് ഈ K10. ഏറ്റവും സ്റ്റാർട്ടിങ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് റേഞ്ചിൽ തുടങ്ങുന്ന. പിന്നെ ഇതിൻ്റെ ആക്സസറീസൊക്കെ ഇവർ കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ബാക്കി നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞ് അവർ ചെയ്തു തരും. ഇതിലിപ്പോൾ ബാക്ക് ക്യാമറ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, കാരണം അത് കുറച്ച് അത്യാവശ്യമായതുകൊണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു. ബാക്കി ഒരുപാട് ആക്സസറീസൊക്കെ ഇവർ ചെയ്തു തന്നു. അതായത് നിങ്ങൾ ഇൻഡസ് മോട്ടോഴ്സ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നിലവിൽ ഏറ്റവും വില കുറഞ്ഞ് വാങ്ങിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് K10. എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ കാറിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരിക. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.